അപ്പൊ അമ്മ ഫുൾ സെറ്റപ്പിലാണ് തൊപ്പിയിലിട്ടിട്ട്. എങ്ങനെയുണ്ട് അമ്മ എന്റെ പുതിയ ഡ്രസ്സ്? നല്ല സൂപ്പർ, ഇഷ്ടായി. കളർ ഇഷ്ടായിന്. നല്ല ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ വിഷുത്തിരക്ക് തുടങ്ങിയിട്ടാ. നമ്മൾ കാരപ്പത്തിനെല്ലാം ഓർഡർ എടുത്തിട്ടുണ്ടായിന്. അപ്പം വിഷു സംക്രമത്തിനാണ് നമ്മൾ കാരപ്പം ചുട്ടു കൊടുക്കുന്നത്. അപ്പം വിഷുവിൻ്റെ സംക്രമം വെച്ചാൽ ഞായറാഴ്ചയാണ്, ഇന്ന് ശനിയാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തേക്കും ഒരു 500 കാരപ്പം കൊടുക്കാൻ ഓർഡർ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ വീടിനെ മുട്ടിയിട്ട് തന്നെ കല്യാണമാണ്. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാനിതാ കല്യാണത്തിനെല്ലാം പോയിട്ട് ഇപ്പം വന്നതേ ഇല്ലു. ആദ്യം കല്യാണത്തിൻ്റെ അവിടെ തന്നെ ഉണ്ട് അത്ര. പെണ്ണിനെല്ലാം കൂട്ടി ചെക്കൻ്റെ വീട്ടിലാക്കിയിട്ട് അവൻ വരുന്നില്ല പറഞ്ഞു. എനക്കും പോകാനുണ്ടായിനി പെണ്ണിനെയും കൂട്ടിയിട്ട്. പക്ഷേ ഓർഡർ ഉണ്ട്, അമ്മ ഒറ്റക്കല്ലേ. അതുകൊണ്ട് ഞാൻ വേഗം കല്യാണം കൂടി ഭക്ഷണം കഴിച്ചാട് വന്നു. കുറച്ച് ദൂരമാണ്, കാഞ്ഞങ്ങാട് നിന്ന് കല്യാണം ഉണ്ടായിനി. അപ്പം ആദ്യത്തെ ബസ്സിൽ തന്നെ, നാട്ടിലേക്കുള്ള ബസ്സിൽ തന്നെ ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഒരു ബസ്സാറ്റ പെണ്ണിൻ്റെ വീടെല്ലാം ചെക്കൻ്റെ വീടെല്ലാം കാണാൻ പിന്നെ പോവാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ വീടിൻ്റെ മുട്ടിയിട്ട് തന്നെയല്ലേ കല്യാണം, ഒഴിവാക്കാനും പറ്റൂല. അമ്മ പിന്നെ ഓർഡർ ഉണ്ടായതുകൊണ്ട് വന്നിട്ടാ. ഞാനും മക്കളും മാത്രമേ കല്യാണത്തിന് പോയിട്ടു. ഞാൻ വരുമ്പോഴത്തേനും അമ്മ കാരപ്പത്തിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങി. ഇന്ന് വൈകുന്നേരം 2 സ്ഥലത്തേക്കായിട്ടാണ് കൊടുക്കാനില്ല. അത് കൊണ്ടു കൊടുക്കാനും പോകണം. അപ്പോൾ എല്ലാം കൂടി ഇതിലൊരു തിരക്കാണ്, നമ്മളെ വിഷു തിരക്കാണ്. അമ്മ ഉള്ളിലുണ്ട്, അമ്മേനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോ അപ്പം അമ്മ പുതിയ സെറ്റപ്പിലാണ് കേട്ടാ. അതെ, അപ്പോൾ ഇനി വിഷുവിൻ്റെ തിരക്കാണ്. ഇന്നും നാളെയും എല്ലാം അപ്പ പരിപാടിയാണ് അല്ലേ. അപ്പം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫെസ്റ്റിനും കൂടി കൊണ്ടുപോകാം. ഫെസ്റ്റിനും അല്ലെങ്കിൽ വിഷു ചന്തയിലേക്കെല്ലാം കാരപ്പം അവർ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിനി. നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ ആക്കാൻ കുറച്ച് വൈകി, കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടാനും കുറച്ച് വൈകി. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മളെ ഫുഡ് ആൻഡ് സേഫ്റ്റീൻ്റെ അതെല്ലാം ഇല്ല ഒരു സ്റ്റിക്കർ അതിലുണ്ടെങ്കിൽ, ഒട്ടിച്ചതുണ്ടെങ്കിൽ അവിടെ ഫെസ്റ്റിനും നമ്മളെ കരുവള്ളൂർ ഫെസ്റ്റ് വരുന്നുണ്ട്. ഇന്നാണ് ഫെസ്റ്റ് ആരംഭിക്കുന്നത്, 12-ാം തീയതി. 10-ാം തീയതി തുടങ്ങേണ്ടതാണ്. അപ്പോൾ മഴയായതുകൊണ്ട് 2 ദിവസം നീട്ടി 12-ാം തീയതി ഇന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് സംരംഭകർക്കെല്ലാം പലഹാരമെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കും കൊടുക്കാം. സ്റ്റിക്കർ വാങ്ങണം അത്രേ പയ്യന്നൂർ, അവർ റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിന്. ഇനി ഇന്ന് വാങ്ങാൻ പോകാനുള്ള സമയം കിട്ടുമോ അറിയില്ല. അമ്മ തിരക്കല്ലേ ഇന്ന്. ഇപ്പൊ നാളത്തേക്ക് അതെ പലഹാരാക്കാൻ്റെ കാരപ്പം ചൂടേണ്ട സാധനം വാങ്ങണത്രേ. അപ്പൊ അമ്മ ഫുൾ സെറ്റപ്പിലാണ് തൊപ്പിയിലിട്ടിട്ട്. അതെ, നമ്മളെ വീഡിയോയില് കമന്റ്സിലും വന്നിട്ടുണ്ടായിനി തൊപ്പി വേണം, ഗ്ലൗസ് ഉപയോഗിക്കണം, അങ്ങനെയുള്ള കമന്റ്സ് എല്ലാം വന്നിട്ടുണ്ടായി. അപ്പൊ തൊപ്പിയും ഗ്ലൗസും എല്ലാം വാങ്ങിക്കൊണ്ടു. അതെ, അപ്പൊ എനക്കും ഉണ്ട് കേട്ടാ, 2-3 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. നാളേക്കും വേണ്ടേ. അത് അങ്ങനെ അധികം യൂസ് ചെയ്യാൻ പറ്റൂല, ചിലപ്പോൾ സിംഗിൾ യൂസ് ആയിരിക്കും ഈ ക്യാപ്പ്. അപ്പോൾ കാരപ്പെല്ലാം ചൂട്ടാൻ അമ്മേൻ്റെ പേരെ ഞാൻ ഒന്ന് കൂടട്ടെ. അപ്പോൾ ഇതാ ഇവിടെയെല്ലാം അമ്മ കുറേ ഓൾറെഡി ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം മാറ്റിയിട്ടെല്ലാം വരട്ട് അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വരാം. അമ്മ ചേട്ടാ എനിക്ക് കൊണ്ട് കൊടുക്കാനും പോകണത്രേ. അപ്പോൾ ഇതാ ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേന് അമ്മേനെ ഒറ്റക്കാക്കിയിട്ടാണ് അവ പോയിന്. അമ്മ അപ്പോൾ നമുക്ക് ചോറെല്ലാം കൊടുക്കട്ട്. ഇപ്പോൾ ഉച്ചയിന് എത്ര കേട്ടാ, 12:30 ആകുമ്പോഴത്തേനും അവിടെ നിന്ന് കയറി. ഇനിയിപ്പോൾ 1:30 ആകുമ്പോഴത്തേനും ഇപ്പം വീട്ടിൽ തിരിച്ചെത്തി. എങ്ങനെയുണ്ട് അമ്മ എൻ്റെ പുതിയ ഡ്രസ്സ്? നല്ല സൂപ്പർ, ഇഷ്ടായി. കളർ ഇഷ്ടായിന്, നല്ല പച്ച. അപ്പോൾ വിഷുവിന് വേറെ എടുത്തിട്ടാട്ടാ, ഇത് തന്നെയാണ് എൻ്റെ വിഷുക്ക് വേടിയും. അപ്പോൾ ഞാൻ വേഗം മാറ്റിയിട്ട് പോട്ടെ. നമുക്ക് ചോറും തരാം. അവിടെ കാരപ്പത്തിൻ്റെ തിരക്കിലാണ് വേഗം. ഞാൻ അത് കൊണ്ടു കൊടുക്കാനും പോകണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞ. അപ്പോൾ കാരപ്പം പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. അമ്മമാടുന്ന് ചൂടുന്നുണ്ടല്ലോ, അമ്മമാട് ചൂടുന്നു ഒരായിട്ട് ഇങ്ങനെ പറിച്ചിരുന്നു. ആ ചൂട് ഭയങ്കര ചൂടുണ്ടല്ലേ, ഇപ്പം ആക്കിയതില്ലല്ലോ.
കാരപ്പെല്ലാം പാക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പോകുമ്പോൾ ലോഗു എൻ്റെ കൂടെ വന്നു. ലോഗുവിൻ്റെ ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഓർഡർ. അപ്പം ടീച്ചറെ വീടും കാണാലോ പറഞ്ഞിട്ട് ലോഗു എൻ്റെ കൂടെ വന്നു. അതിനുശേഷം ഞാനും ലോഗൂസും നേരെ പയ്യന്നൂർ പോയി നമ്മളെ പലഹാരത്തിന് ഒട്ടിക്കാൻ ആക്കാൻ കൊടുത്ത സ്റ്റിക്കറില്ലേ അത് റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിന്. അപ്പോൾ ഞാനും ലോഗൂസും വേഗം പയ്യന്നൂർ പോയി സ്റ്റിക്കറെല്ലാം വാങ്ങി വന്നതിന് ശേഷം രണ്ടാമത്തെ ഓർഡറും കൂടി ഞാൻ കൊടുക്കാൻ പോയി വന്നു. അപ്പോൾ നമ്മളെ സ്റ്റിക്കർ ഇതാണ് കേട്ടോ നമ്മളെ സ്റ്റിക്കർ ആക്കിയത്. ഇപ്പോൾ ഇതിന് ഫുഡ് ആൻഡ് സേഫ്റ്റീൻ്റെ നമ്പറും കാര്യങ്ങളും നമ്മളെ കോൺടാക്ട് നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ലോഗൂസ് ഫുഡ്സ് അതാണ് നമ്മളെ ഈ ഒരു കുഞ്ഞ് സംരംഭത്തിൻ്റെ പേര്. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി പോലെ എടുത്തിയാണ് ഇന്ന്. അത് ഇന്നലെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മ സംക്രമമാണ് ഇന്ന്. അപ്പോൾ ഉണ്ണിയപ്പാക്കാൻ്റെ തിരക്കിലാണ്. അമ്മയെല്ലാം ഉള്ളിലുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ട് പറ്റിയെങ്കിൽ വരാം. എൻ്റെ ഫോൺ ആദ്യം സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പണി ഇതാക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പറ്റിയെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു വിശേഷമെല്ലാമായിട്ട് വരാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.